ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മൾ ആത്മീയമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണമെങ്കിൽ അത് വാർദ്ധക്യകാലത്തേക്കല്ല നീട്ടിവെക്കേണ്ടത്. വാർദ്ധക്യകാലത്ത് നമുക്ക് അതുവരെ ആർജിച്ചതെന്തോ അത് അനുഭവിച്ചു കഴിയാനുള്ള ഒരു കാലമാണ്. പുതിയതായി ഒന്നും ആർജിക്കാൻ നമുക്ക് വാർദ്ധക്യത്തിൽ സാധിക്കുകയില്ല. അതിനാൽ ജീവിതത്തിൽ നേടേണ്ടതായ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, അതിവിശിഷ്ടമായ ഒന്ന്, വാർദ്ധക്യകാലത്തേക്ക് ആരെങ്കിലും നീട്ടിവെക്കുമോ? അത് നല്ല ആരോഗ്യവും യൗവനവും ചുറുചുറുക്കുമുള്ളപ്പോൾ വേണം നാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധിക്കാൻ. അല്ലെങ്കിൽ അത് വാർദ്ധക്യത്തിൽ ഒരിക്കലും നമുക്ക് നേടാൻ ആവുകയില്ല. അതിനാൽ ഒരു കവി നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ബാല്യം തൊട്ട് തുടങ്ങണമാരും നാളേക്കാക്കരുതാത്മവിചാരം. വൃദ്ധത വന്നാലെങ്ങനെ ഇന്ദ്രിയ മത്തഗജങ്ങളെ വെല്ലും മർത്യൻ. ബാല്യം തൊട്ട് തുടങ്ങണമാരും നാളേക്കാക്കരുതാത്മവിചാരം. നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമാണ് ആത്മവിചാരം. എന്തിനാണ് ആത്മവിചാരം ചെയ്യുന്നത്? ലോകവിചാരം കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു. അതിനാൽ ആ ലോകവിചാരങ്ങളുടെ പ്രസക്തി കുറഞ്ഞ്, ലോകവിചാരങ്ങളെല്ലാം അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമാണ്. അങ്ങനെയുള്ള ലോകവിചാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സിൽ ആത്മവിചാരം നിറയണം. അത് നല്ല കാലത്ത് തന്നെ തുടങ്ങണം. അത് വാർദ്ധക്യത്തിലേക്ക് നീക്കി വയ്ക്കരുത്. അതാണ് ബാല്യം തൊട്ട് തുടങ്ങണമാരും നാളേക്കാക്കരുതാത്മവിചാരം. ആത്മചിന്ത, നമ്മൾ നാളേക്ക് നാളെ ആകാം എന്ന് പറഞ്ഞ് ഒരിക്കലും നീട്ടിവെക്കരുത്. അത് നല്ല ഓജസ്സും ചുറുചുറുക്കും യൗവനവും ഉള്ള സമയത്ത് തന്നെ ആരാണോ തുടങ്ങുന്നത് അവർക്ക് മാത്രമേ അതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞില്ല, വാർദ്ധക്യത്തിലാണിത് അറിയുന്നതെങ്കിൽ അപ്പോഴെങ്കിലും അതിനോടുള്ള ഒരു അനുഭാവം എങ്കിലും നമുക്കുണ്ടാവണം. എനിക്കിതുവരെ ഇതറിയാൻ കഴിഞ്ഞില്ലല്ലോ, ജീവിതത്തിൻ്റെ പരമപ്രധാനമായത് ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല, അത് ഇപ്പോഴാണ് എനിക്ക് സാധിച്ചത് എന്ന് കരുതി നമ്മൾ ആ വാർദ്ധക്യാവസ്ഥയിലും അത് തന്നെ മനനം ചെയ്യാൻ ശീലിക്കണം നമ്മൾ. അല്ലാതെ വയസ്സായില്ലേ, ഇനിയിപ്പം നിങ്ങളൊക്കെ ചെയ്തോളിൻ, എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല വേണ്ടത്. വൃദ്ധാവസ്ഥയിൽ തോന്നിയാൽ അത്രയെങ്കിലും ആയല്ലോ, എന്നാൽ അടുത്ത ബാല്യം കിട്ടുമ്പോൾ നമുക്ക് ഈ ഓർമ്മ വരും. ഇതിൻ്റെ തുടർച്ചയാണ് അടുത്തത്. നാം മുമ്പത്തേതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തേത്. ഇന്നിൻ്റെ തുടർച്ചയാണ് നാളത്തേത്. ഇപ്രകാരം നമ്മുടെ ജീവിതം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന കണക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഈ ശരീരം നഷ്ടപ്പെടുന്നതിന് മുമ്പേ ഏതെങ്കിലും ഒരു ശരീരത്തിൽ വെച്ച് നമുക്ക് സർവകർമ്മ സംസ്കാരങ്ങളും ഇല്ലാതെയായി, ഞാൻ ദേഹമാണെന്ന തോന്നൽ ഇല്ലാതെയായി, ഞാൻ ആത്മാവാണെന്ന ബോധം എന്ന് ഉണർന്നു വരുന്നുവോ അപ്പോഴാണ് ബോധോദയം വരിക എന്ന് പറയുന്നത്. ബോധം ഉദയം ചെയ്യുക. ഇപ്പോഴുള്ള ബോധം യഥാർത്ഥത്തിലുള്ള ബോധം അല്ല. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ഒരു ബോധമാണ്.
എന്നാൽ ഈ പരമമായ ഒരു സത്തയിൽ നിന്നും നേരിട്ടുണ്ടായ ബോധം, അതാണ് പ്രജ്ഞാനം ബ്രഹ്മ. ആ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം ബോധമാണ്. ആ ബോധമാണ് നമ്മളിൽ ഉദയം ചെയ്യേണ്ടത്. ആ ബോധം ഉദയം ചെയ്യണമെങ്കിൽ ഈ ബോധം മറഞ്ഞു വരണം. ഈ ബോധം മറയണമെങ്കിൽ നാം നിരന്തരം ആത്മവിചാരത്തിലൂടെ നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ആ പരമചൈതന്യം ഉണരുക തന്നെ വേണം. അപ്പോഴാണ് നമുക്ക് ആ ബോധം ഉണരുന്നത്. അതാണ് ബാല്യം തൊട്ട് തുടങ്ങണമാരും നാളേക്കാക്കരുതാത്മവിചാരം. വൃദ്ധത വന്നാൽ ഇന്ദ്രിയമത്ത ഗജങ്ങളെ എങ്ങനെ വെല്ലും മർത്യൻ. വൃദ്ധത വന്നാൽ എങ്ങനെ ഇന്ദ്രിയ മത്തഗജങ്ങളെ വെല്ലും മർത്യൻ. ഇന്ദ്രിയങ്ങളെ ഒരു മതമിളകിയ ആനയെപ്പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളെല്ലാം പ്രബലമായിരിക്കും, ശരീരം ദുർബലമായാലും. അതാണ് വൃദ്ധത വന്നാൽ എങ്ങനെ. ശരീരം ശോഷിച്ച് ക്ഷീണിച്ച് ഒന്നിനും പറ്റാതെയാകുന്നതാണല്ലോ വൃദ്ധത. എങ്ങനെ ഇന്ദ്രിയ മത്തഗജങ്ങളെ, ഇന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന മത്തഗജങ്ങളെ, ആനയെ, അതായത് മതമിളകിയ ആനയെ എങ്ങനെ മെരുക്കിയെടുക്കാൻ കഴിയും? ഒരിക്കലും അത് സാധ്യമേ അല്ല. നല്ല കാലത്ത് തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള ശ്രമം ചെയ്യുന്നവർക്ക് മാത്രമേ അതിൽ കൂടുതലും വിജയപ്രദം ആക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സുഭാഷിത രത്നങ്ങളെല്ലാം തന്നെ നമ്മൾ നിരന്തരം മനനം ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികം ആക്കുക തന്നെ വേണം. ബാല്യം തൊട്ട് തുടങ്ങണമാരും നാളേക്കാക്കരുതാത്മവിചാരം. വൃദ്ധത വന്നാൽ എങ്ങനെ ഇന്ദ്രിയ മത്തഗജങ്ങളെ വെല്ലും മർത്യൻ. ഹരേ